സുരേഷേ, ആരും ഇങ്ങനെ വെറുക്കല്ലേടാ. നിങ്ങളിങ്ങനെ വെറുച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എൻ്റെ സ്ഥിതി എന്താണ്? കോച്ചു കോച്ചു എല്ലാവർക്കും നന്യത്തിരി കുഴമ്പെടുത്തിട്ട് പുറത്ത് വരട്ടി കൊടുത്താട്ടെ. എനിക്ക് വലുവിൻ്റെ കാല് കുളിയും. അയ്യോ അയ്യോ. അതെ, ഇവിടുത്തെ ഒരു പട്ടി ഇന്ത്യൻ ക്യാമ്പിൽ കിടന്ന് കുരയ്ക്കുന്ന പോലെ തോന്നിയില്ല. എന്താ ഇവിടെ ഒരു സൗണ്ട് കേട്ടല്ലേ? അത് ശരി, നിന്റെ വീട്ടിലെ പട്ടി ഈ ബർമൂഡിയും ബന്ധിട്ടാണല്ലോ കുരയ്ക്കൽ പട്ടിയെ. ഞാനാ കുറച്ച്. നിങ്ങളാ? അല്ല, നിങ്ങളാരാ? ക്യാപ്റ്റൻ. ക്യാപ്റ്റനാ? ഏത് കപ്പലിലാ ക്യാപ്റ്റൻ? കപ്പലിന്റെ അല്ലേ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് തീരെ സുഖമില്ലല്ലോ. എത്രയായി? 2 കൊല്ലമായില്ലേ ഞാൻ കിടന്ന കിടപ്പ് തന്നെ കിടക്കുന്നു. കളിക്കാൻ വേണ്ടിട്ട് എന്നെ വീൽ ചെയർമേലെ ചുന്തി കൊണ്ടുവന്നു അങ്ങോട്ട്. അത് ശരി. അതെ, ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെ കാട്ടി മോശം. ഞാനാണ് അവരുടെ വേണ്ട വേണ്ട, മെനക്കെടണ്ട. റിസ്ക് എടുത്ത് നാളെ ബ്രസീലുമായിട്ട് കളിയുള്ളതല്ലേ? അത് ശരി. അപ്പം ബ്രസീലുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചതല്ല, പിന്നെ തീരുമാനിപ്പിച്ചതാ. ടീമായിട്ടല്ല ഞങ്ങൾ മുട്ടുന്നത്. ചാവേർപ്പട. ചാവേർപ്പട? കളി കഴിയാ വീണു പോവുക, പാക്ക് ചെയ്യാ, എന്തേലേക്ക് കൊണ്ടുപോവുക. അത് ശരി. അല്ല, ഈ ഇവിടെ കിടക്കുന്നവരാണ്? വൈസ് ക്യാപ്റ്റനാ. അത് ശരി. അപ്പൊ റെസ്റ്റ് എടുക്കുമായിരിക്കും നാളത്തെ കളിക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല, ബോധം കെട്ട് വീണു പോയതാ. നാളെയാണ് ബ്രസീലിനോട് കളി എന്ന് പറഞ്ഞോടുകൂടി ബോധം കെട്ട് വീണു പോയതാ. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ ചോദിക്കും കളി കഴിഞ്ഞോന്ന്. ഇല്ലാന്ന് പറഞ്ഞാലും പിന്നെയും ബോധം കെട്ട് വീണു പോലും. അത് ശരി. അപ്പൊ ഈ ഞാൻ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ അവിടുത്തെ പല കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കളിക്കാരെന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള. പക്ഷെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇങ്ങനെയൊക്കെ എങ്ങനെയാ ഞങ്ങൾ തടിക്കുക? എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? ഫുട്ബോൾ ഇതിഹാസങ്ങളായ അർജന്റീന, ഇറ്റലി, ബ്രസീൽ ഈ രാഷ്ട്രങ്ങളോടൊക്കെ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞെന്താ അറിയോ? എന്താ? 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രം താമസിച്ചോളാൻ. ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് താർപ്പായി കൊണ്ട് ടെന്റ് വെച്ച് കെട്ടിട്ട് അണ്ണാച്ചികൾ ഇരിക്കുന്നവർ ഇരുന്നോളാം. പിന്നെ ഇങ്ങനെ തടിക്കുക. അത് ശരി. എന്താ ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്? അത് തോറ്റു കഴിഞ്ഞാൽ പോകാൻ സുഖമായല്ലോ. അത് മാത്രം. അവരൊക്കെ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ്? ചിക്കൻ, മട്ടൺ, ഫ്രൈഡ്, കഞ്ചിക്കൊണ്ട. അതൊക്കെ ഇവിടെ ഓടിക്കുന്ന വണ്ടിയല്ലേ മാഷെ? അതൊക്കെ ഇവിടെ ഓടുന്ന വണ്ടി. അതൊക്കെ അവർ തിന്നുന്ന സാധന. നിങ്ങൾ തിന്നിട്ടില്ലല്ലേ? ഇല്ല. നിങ്ങൾ തിന്നിട്ടുണ്ടോ? തിന്നിട്ടില്ല. ഞാൻ ആ കളിക്കാർ തിന്നുമ്പോ ജനവാലിനുള്ളിൽ കൂടെ ഏന്തി വെച്ച് നുണച്ചിറക്കിയതാ. ഞങ്ങൾക്ക് ആകെ 2 പൊറാട്ടയും കുറച്ച് ഗ്രേവിയാ. ഒരു പൊറാട്ട വിശത്തിട്ട് കൂടുതൽ ചോദിച്ചാൽ ഞങ്ങൾ കോച്ച് പട്ടിനാ. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോ ഈ വിദേശ രാജ്യത്തുള്ള കളിക്കാരുടെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ, അവരുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സ്പ്രേ അടിച്ച് മരവിപ്പിക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുമല്ലോ. അതിപ്പോ നിങ്ങൾ എങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ അത് ചെയ്യുന്നത്? ഞങ്ങൾക്ക് മരവിപ്പിക്കേണ്ട ആവശ്യമില്ല. അതെന്താ? സ്വതവേ മരവിച്ചെടുക്കുന്ന തൊലിയൊക്കെ എന്ത് മരവിപ്പിക്കാനാ? കൊടുവാൾ കൊണ്ട് വെട്ടിയാൽ വരെ തൊലി വരാറില്ല. ഞങ്ങൾക്ക് 3-4 പാരസെറ്റമോൾ വയലേക്കിടുക, കുറേ പച്ചവെള്ളം. അത് ശരി. അപ്പൊ ഒത്തിരി പാരസെറ്റമോൾ കഴിക്കേണ്ടി വരുമല്ലോ. 80 ചാക്ക് പാരസെറ്റമോൾ ആയിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് ശരി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെലെയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെലെ? നിങ്ങൾ ഉദ്ദേശിച്ച പെലെ ബ്രസീലിലല്ലേ? അതെ. ഈ ഇന്ത്യയിൽ പെലെന്ന് വിളിക്കുന്ന ആരെയാ? എന്റെ വീട്ടിൽ നിന്ന് എന്താ വിളി? എന്റെ ഭാര്യയും അമ്മായും കൂടെ പെലേ. നേരം വെളുക്കാൻ നേരത്തെ എന്റെ കായിക അഭ്യാസം തുടങ്ങും. കുറച്ച് കണിച്ച് എന്റെ ഭാര്യ വിളിക്കും, പെലേ എണീറ്റോ. ചൂല് കൈമ തന്ന് പറയും, മുറ്റടിച്ചായിരിക്കോ? മുറ്റടിച്ചാര് വെള്ളം കോര് അമ്മിമ്മ വെച്ച് മുളക് അരച്ചു വിടുന്നു. ആ മുളക് ഇങ്ങനെ അരച്ചു കൊണ്ടിരിക്കുമ്പോ തലന്റെ ഉപ്പിളാങ്കട്ടൊക്കെ ഒറ്റ കുത്ത. അതാരാ കുത്തത്? അമ്മായിയമ്മ എങ്ങനെ കുത്തുവോ? അമ്മായിമ്മ കുത്തുള്ളൂ. ഭാര്യ എന്നെ ഒന്നായിട്ടെടുത്ത് നിലത്ത് തന്നെ കുത്തും. അയ്യോ, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? ഞാൻ എന്റെ ശുദ്ധ മനസ്സുകൊണ്ട് കിട്ടിയിട്ട് തുറന്ന് പറയുന്നു. കിട്ടിയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ എത്രയുണ്ടാവും? കുത്തിട്ട് കഴിഞ്ഞാൽ പിണങ്ങി പോയി കാണും. കാര്യമില്ല. തലക്ക് കുത്തിട്ടിയ വേനകത്ത് ആളുണ്ടോ? അപ്പൊ എന്റെ അമ്മായിയും ഭാര്യയും കൂടെ പിന്നെ നടന്ന പെലേ ഗട്ടടി. അപ്പൊ ഞാൻ വീട്ടിനുള്ളിൽ കയറി വയലടിക്കും. അന്നേരം പിന്നെ പറയാ ചവിട്ടുന്ന ഞാനാണ് പെലെ. നിങ്ങളാണ് പെലെ. ഓക്കെ. അപ്പൊ പെലെ ഈ ലീഗിലാണോ നിങ്ങൾ തുടങ്ങിയത്? തുടക്കം ഞാൻ കോൺഗ്രസിലാണ്. പിന്നെയാണ് അല്ല, കളിയിൽ ലീഗിലാണോ തുടങ്ങിയത്? ജില്ലാപരമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്? ഞങ്ങൾ ഫുട്ബോൾ എന്നുള്ളൊരു മതമാണ്. ഞങ്ങൾ ലീഗ് വിളിച്ചാലും പോകും, കോൺഗ്രസ് വിളിച്ചാലും പോകും, മാർക്സ് പാർട്ടി വിളിച്ചാലും പോകും. ഏത് പാർട്ടി അങ്ങനെ അടിസ്ഥാനം നോക്കിയിട്ട് ഇവിടെ കളിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ഒളിമ്പ്യൻ അല്ലേ? ശരിക്കും ഒളിമ്പ്യൻ എന്താണ് നീ എന്നെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പരിഹസിക്കുന്നത്? എനിക്ക് വന്നപ്പോഴേ എന്നെ ഒരു പരിഹാസ രൂപത്തിലാണ് കണ്ടത്. ഞാൻ ആരാണെന്നാണ് നിന്റെ വിചാരം?
എടോ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമ്പോൾ ഡൽഹിക്ക് ഫോൺ ചെയ്യും, ഞാനുണ്ടോ കളിക്കാനെന്ന്. ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല എന്നാളും. അയ്യോ, അത്രയ്ക്ക് ഭയങ്കര കളിയാണോ നിങ്ങൾ? അമ്മാര് ഫൗളാണ്ട്. എന്റെ ഫൗള് കൊണ്ട് ഒരാളൊന്നും ജീവിച്ചിട്ടില്ല. കയ്യും കാലും ചവിട്ടി മതിച്ചാൾ ഞാൻ. 96-97 ഇന്ത്യയിലെ ബെസ്റ്റ് ഫൗളറാ ഞാൻ. അവാർഡ് വാങ്ങാൻ പോയില്ല. മർദ്ദനല്ലേ കേസ്, ജയിലിലായി പോവില്ലേ? കാരണം എന്തുകൊണ്ട് നമ്മൾ ഫൗൾ ചെയ്യുന്നു? ഈ ആരോഗ്യ കുറവാണ് പ്രശ്നം. ആരോഗ്യക്കുറവുകൊണ്ടാണല്ലേ? അതെ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ കാലും ട്രൗസറും ഫിറ്റാ. അത് ശരിയാ, ടൈറ്റ്സ് ഒക്കെ നല്ല വണ്ണായിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ ട്രൗസർ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ ഗോതമ്പ് പഠിപ്പിക്കുന്ന മില്ലിലെ സഞ്ചി ആടുന്ന മാതിരി കാലുമൊക്കെ ഇടുന്ന ട്രൗസർ ആടുകയല്ലേ. ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല. ട്രൗസർ കാണാണ്ടായി കഴിഞ്ഞാൽ കാലിന് കത്തയക്കില്ല. കണ്ടിട്ട് കുറെ കാലായിട്ടോന്ന്. അപ്പൊ ഒളിഞ്ഞൊന്ന് കല്ലെടുത്തേറി. പിന്നെ ഞാനുണ്ടോ എന്നല്ല ഫോണ്, പിന്നെ ഏറുണ്ടോന്നാ. അത്ര സ്ട്രോങ് അല്ലല്ലോ പെലെ. തീർച്ചയായും. അപ്പോഴേ ഈ പുതിയ തലമുറ ഉള്ള കളിക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നേ പറയാനുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിൽ പണിക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ വല്ല വാർക്കപ്പണിക്ക് പോവുക. കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കാൻ ക്രിക്കറ്റ് താരങ്ങളെ മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ താരങ്ങളെ നോക്കാൻ ഒരു അസോസിയേഷനും ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഒന്നും എനിക്ക് മറക്കൂല. അത്രത്തോളം പരുക്കുണ്ട് എനിക്ക്. കാരണം കയ്യും കാലും ഒഴിയാതെ ഇതുവരെ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല. ഒരു കളി കഴിഞ്ഞാൽ എനിക്കൊന്നും മറക്കൂല, മറക്കാൻ പറ്റത്തില്ല. അല്ല, എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം? അത് ഫുട്ബോളിൽ എനിക്ക് മറക്കാനാവാത്ത അനുഭവം കോമൺവെൽത്ത് ഗെയിംസിൽ. അതായത് എനിക്ക് SSLCക്ക് പിന്നെ 2 ഗ്രൂപ്പിനും കൂടെ 60 മാർക്ക് കിട്ടിയതിനെ കൊണ്ട് ഡയലോഗ് ഒത്തിരി മെസ്സിലുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രിട്ടൻ ആയിരുന്നു എതിരാളി. അന്ന് ഞങ്ങൾ കളിച്ചു. ഞങ്ങൾ കളിച്ചു ബ്രിട്ടൻ. ഞങ്ങൾ കളി തുടങ്ങി. ആദ്യ മിനിറ്റ് പെനാൽറ്റി. അതെന്താണ് ആദ്യം? ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തിട്ട് കാലുകൊണ്ട് എന്തായാലും പന്തടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമയം എങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ, കൈകൊണ്ട് പിടിച്ചാളാണ്. കൈകൊണ്ട് പിടിച്ച കളി തുടങ്ങി. ഞങ്ങളുടെ കളിക്കാരൻ കൈകൊണ്ട് പിടിച്ചു, പെനാൽറ്റി ആക്കി. അന്ന് ഞാനാ ഗോളി. അത് ശരി. നിങ്ങൾ ഗോളി ആയിട്ടുണ്ടോ? ഞാൻ ക്യാപ്റ്റൻ ആയില്ല. അതിലും വലുതാ ക്യാപ്റ്റൻ ആയാലും അതിലും വലുതാണോ ഗോളിക്ക്? എടോ, നീ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത്? ഇന്ത്യക്ക് വിശ്വസനീയമായ ഒരൊറ്റ ഗോൾ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ കൈ കിട്ടിയ പന്ത് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. ഓ, അത് ശരി. അത്ര ഭയങ്കര കളിയാ? അല്ലാന്ന്. പന്ത് കിട്ടേണ്ട തെറിച്ചോവൻ. ആദ്യമായിട്ട് ഗോൾ കിട്ടല്ലേ ഞാൻ. ഓ, അങ്ങനെ പെനാൽറ്റി അടിക്കാൻ വന്നത് ഡേവിഡ് ബെക്കാം. ഇവനൊന്ന് പന്തൊന്ന് ചുഴറ്റി അതിനൊരു കൊടുങ്കാറ്റടിച്ച ശബ്ദം. എല്ലാരും എന്നെയാ നോക്കുന്നത്. എന്ത് ചെയ്യും എല്ലാരും. ഡേവിഡ് ബെക്കാം ഒന്നും കൂടെ ചുഴറ്റി ഞാൻ വിടുവോ? ഞാൻ ഏതാ മോൻ? എന്ത് ചെയ്തു എന്ന് ചോദിക്കൂ. എന്ത് ചെയ്തു? എന്ന് പറഞ്ഞ് പന്ത് പോസ്റ്റിന്റെ ഉള്ളിലേക്കും ഞാൻ പുറത്തേക്കും. എന്തെങ്കിലും നോക്കണ 2 പന്ത് പോസ്റ്റിന്റെ ഉള്ളിൽ വീഴണ്ടായിട്ട് ചെയ്തതാ. അതായത് രണ്ടാമത്തെ പന്ത് എടോ, അവനടിച്ച് അതേ ശക്തിയിൽ എന്റെ തലക്ക് കിട്ടിക്കഴിഞ്ഞാൽ തലയും പന്തിന്റെ കൂടെ പോസ്റ്റിന്റെ ഉള്ളിലാവൂ. അന്നാണ് ഇന്ത്യ എതിരില്ലാത്ത 33 ഗോളിന് പൊരുതി തോറ്റ്. എന്തായാലും നാളെ കളിക്കാൻ പോലെ ബ്രസീലുമായിട്ട്. നാളത്തെ കാര്യം പറയല്ലേ, പേടിപ്പിക്കല്ലേ. എല്ലാവിധ ആശംസകളും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, എന്നാ ഓക്കെ, നമുക്ക് കാണാം. അതെന്താണ്? അത് നീ വീട്ടിലേക്ക് പോവല്ലേ? അതെ. അപ്പം വരുമ്പോ കുട്ടികളോടൊക്കെ പറഞ്ഞില്ലേ ക്യാപ്റ്റനെ കാണാൻ പോവാന്ന്. അപ്പൊ നമ്മള് എന്തായാലും കുട്ടികൾ ചോദിക്കല്ലോ, ഡാഡി വല്ലതും തന്നോ? ക്യാപ്റ്റൻ തന്നയച്ചോ? കുട്ടികളാണല്ലോ ചോദിക്കുന്നത്.